ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഇവിടെ ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞൊരു ഫിഷ് കിട്ടും. ആ ഫിഷ് വെച്ചിട്ട് എങ്ങനെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മീൻ എന്താ വെച്ചാൽ ഫിഷ് എന്താ വെച്ചാൽ കാളാഞ്ചിയാണ് കേട്ടാ. നല്ല ടേസ്റ്റുള്ള മീനാണ്, അടിപൊളി മീനാണ്. ഇതിനകത്ത് എങ്ങനെ ഇതിനെങ്ങനെ ഒരു ഫ്രൈ ആക്കി മാറ്റാൻ നമുക്ക് നോക്കാം. അതിൽ നിന്ന് നമുക്ക് മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കണം. ആദ്യം നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കുക. നമ്മൾ മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എത്രയും മീൻ എടുക്കുന്ന വെച്ചാൽ ആ മീൻ കണക്കായിട്ടുള്ള മുളക് പൊടി കേട്ടോ. ഞാനിവിടെ ആകെ 4 പീസല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് മതി. മഞ്ഞൾപ്പൊടി. അടുത്തത് കുരുമുളക് പൊടിക്ക് കുറച്ച് അധികമായാലും കുഴപ്പമില്ല. എനിക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഫിഷിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഇനിയാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഈ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഈ സാധനങ്ങൾ ചതച്ച് വെച്ചതില്ലേ, അത് നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ പിഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല നീര് കിട്ടുന്നില്ല, ജ്യൂസ്. ഇതിന്റെ ജ്യൂസ് മാത്രം ഇതിലേക്ക് ഇപ്പം മിക്സ് ആക്കുമല്ലോ, എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ ഇതിന്റെ ജ്യൂസിലാണ് നമ്മൾ മീൻ പുരട്ടി വെക്കും. ഇത് മസാല മിക്സ് ആക്കിയിട്ട് മീൻ പുരട്ടി വെക്കും. കണ്ട ഈ ഒരു മിക്സ് ഇല്ലേ, ഇനി നമുക്ക് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു 1/2 hour വെയിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മസാലയെല്ലാം എല്ലായിടെയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ. 1/2 മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 1/2 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്, മസാല നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിഷിൽ ഉപ്പും പറങ്ങിയെല്ലാം പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഇത് വറുത്തെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം കാളാഞ്ചി എന്ന് പറഞ്ഞാൽ നല്ലോണം നെയ്യുള്ള മീനാണ്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ കുറേ എണ്ണ വരും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നേരത്തെ ഉപ്പും പറങ്കിയെല്ലാം പെരക്കി വെച്ച ഫിഷ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം, ഫ്രൈ ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ എണ്ണയെല്ലാം മൊത്തം പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് വൃത്തിയിടും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ
എടുത്തു വെച്ച വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഇഞ്ചിന്റെ ഒരു ചെറിയൊരു മിക്സ് ഇല്ലേ, ആ വെള്ളം പിഞ്ഞ് ബാക്കിയുള്ളത്, അത് നമ്മൾ മീൻ പുരട്ടി വെച്ച മസാലയുടെ അകത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി മസാല ഉണ്ടാവുമല്ലോ എന്തായാലും കുറച്ച്, അത്രയും വേണ്ടു. അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫിഷ് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഇത് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മീനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. നമ്മളെ ഫിഷ് ഫ്രൈന്റെ വൺ സൈഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ കാളാഞ്ചി മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്, എൻ്റെ ഫേവറേറ്റ് മീനാണ്. വേണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മിക്സ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, എന്നാല് ലാസ്റ്റ് നമുക്ക് ഫ്രൈ ആക്കി കിട്ടും. ഇനി നമുക്ക് ഈ സൈഡും കൂടി നന്നായി ഫ്രൈ ആകുന്ന വരെ വെയിറ്റ് ചെയ്യാം. കണ്ട നല്ല ഭംഗിയില്ലേ? അപ്പൊ ഇങ്ങനെ മീൻ ഫ്രൈ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് അപ്പുറത്തെ സൈഡും വേവിച്ചെടുക്കാം. അപ്പൊ നമ്മളെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.